ഇനി അടുത്തതായി നമ്മൾ ഈ സെറ്റിൽ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ബ്രേസ്ലെറ്റ് ആണ്. അതിന് നമ്മൾ ഫസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ പൂക്കളോ അല്ലെങ്കിൽ ബട്ടർഫ്ലൈസോ അങ്ങനെ എന്തെങ്കിലും ബീഡ്സിൽ ഒരു പ്രത്യേക തരം എന്തെങ്കിലും ബീഡ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കുക ഫസ്റ്റ്. എന്നിട്ട് അത് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ സെൻറ്ററിലായിട്ട് നമുക്ക് എന്ത് ഡിസൈനാണ് വേണ്ടത് വെച്ചാൽ ആ മോഡൽ നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള ബീഡ്സ് വെച്ചിട്ട് അത് വെച്ചിട്ട് ചെയ്യുക. ഇതേപോലെ മോഡൽ വേണമെന്നില്ല. അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഹെയർ ബാൻഡിൽ ചെയ്തില്ലേ അതേ മോഡൽ തന്നെയാണ് ഈ സെറ്റിൽ ഞാൻ ബ്രേസ്ലെറ്റുമിലും ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് സെൻറ്ററത്തെ വർക്കാണ് ആദ്യം നമ്മൾ ചെയ്ത് തുടങ്ങേണ്ടത് കേട്ടോ. സെൻറ്ററിൽ പ്രത്യേക തരം എന്തെങ്കിലും ബീഡ്സ് കാര്യങ്ങൾ അത് എത്ര വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ഫസ്റ്റ് അത് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ട് ഭാഗത്തായിട്ട് ബീഡ്സുകൾ ഒരേ കളറിലുള്ള ബീഡ്സുകൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനതൊരു ചെറിയൊരു മോളെ ഇതിലാണ് ചെയ്തത്. അപ്പോൾ ചെറിയൊരു ബ്രേസ്ലെറ്റാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ട് രണ്ട് ഭാഗത്തും നമ്മൾ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിത് രണ്ട് ഭാഗത്തും വൈറ്റ് ബീഡ്സ് ആഡ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെയാണ് കിട്ടുക കേട്ടോ. നമുക്ക് എത്ര അളവാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചുള്ള ബീഡ്സ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കെട്ടുന്നത് ശ്രദ്ധിക്കണേ. ഇതേപോലെ ഒരു കെട്ട് കെട്ടി കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ കെട്ട് കണ്ടോ ഞാൻ 2 പ്രാവശ്യം പിരിക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ടത് കെട്ടി കൊടുത്താൽ അത് ഊരി പോരൂല കേട്ടോ. ഇല്ലെങ്കിൽ അത് ലൂസായിട്ട് പോരും. നമ്മൾ കെട്ടുമ്പോൾ രണ്ടാമത് കെട്ടുമ്പോൾ 2 പ്രാവശ്യം പിരിച്ചിട്ട് കെട്ടുക. എന്നിട്ട് പിന്നെ ഒരു കെട്ടും കൂടി കൊടുത്തിട്ട് നമ്മളത് കട്ട് ചെയ്ത് കളയുക കേട്ടോ. വേറെയുള്ള ഇലാസ്റ്റിക് ത്രെഡ് കട്ട് ചെയ്ത് കളയുക. അത് അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ് കേട്ടോ. കണ്ടോ, ഇതേപോലെ ഇരിക്കും. അത് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ.